ഇന്ത്യക്ക് ഒരു തുള്ളി വെള്ളം പോലും തട്ടിയെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇന്ത്യക്കെതിരെ കുരച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഷഹബാസ് ഷെരീഫാണ്. പാകിസ്ഥാന്റെ കഴിവുകെട്ട പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് ഒരു ബുള്ളറ്റിൽ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇവനെ തീർത്ത് കളയാം. പക്ഷേ ജനാധിപത്യ വിരുദ്ധമായതുകൊണ്ടും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായതുകൊണ്ടും ഇന്ത്യ അത് ചെയ്യാതിരിക്കുകയാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. പിന്നെ വേറൊരുത്തനുണ്ട്, അസീം മുനീർ. അവൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ബങ്കറിനകത്ത് പോയി ഒളിച്ചവനാണ്. ബിലാവൽ ഭൂട്ടോ എന്ന് പറയുന്ന വേറൊരുത്തനുണ്ട്. അവനെ ആ ഏരിയയിലേക്ക് കാണാനില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അമേരിക്കയുടെ ആ ഒരു സൈനിക ശേഷിയിൽ ഇന്ത്യയെ വെല്ലുവിളിക്കുകയാണ് ഈ മൂന്ന് പേരും. സിന്ധു നദീജലം ഇവർക്ക് വേണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക താരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ഉടക്കി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ഉടനെ തന്നെ നമ്മളെ വന്ന് വെല്ലുവിളിക്കുന്നു. അതിൻ്റെ പിന്നിലും അമേരിക്കയാണ്. നമ്മുടെ രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര ശക്തികൾ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയ ഗാന്ധി, അങ്ങനെയുള്ള ഗാന്ധിമാരെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി രൂപീകരിച്ച് ഈ ഗാന്ധിയും ഇന്ത്യയും കൂടെ ഇന്ത്യക്കകത്തെ ജനങ്ങളെ സമ്പൂർണ്ണമായി തെരുവിലേക്ക് ഇറക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പ്രധാനമായിട്ടും ആഭ്യന്തരമായിട്ടുള്ളൊരു യുദ്ധം അത് നമ്മൾ നേരിടേണ്ടി വരുമെന്ന് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞ വാക്കുകൾ നമ്മളിവിടെ സ്മരിക്കണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഇപ്പോൾ നടന്നു വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ വിവിധ തരം പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പുറത്തു വരുന്നു. രാഹുൽ ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെയും ഗാന്ധികളുടെ ഇന്ത്യ മുന്നണിയെക്കുറിച്ചും വോട്ടർ പട്ടിക അഴിമതിയെക്കുറിച്ചുമൊക്കെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വീഡിയോകൾ എവിടെ നിന്നില്ലാതെ പ്രചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് പൊതുജനങ്ങളുടെയും യുവജനങ്ങളുടെയും മനസ്സ് സ്വാധീനിച്ച് അവരെ രാജ്യത്തെ തെരുവുകളിലേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് എന്ന് കൃത്യമായി കേന്ദ്രം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിന് തടയിടാനായി അജിത് ഡോവലിനെയാണ് കേന്ദ്രം ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അജിത് ഡോവൽ രാജ്യത്തിനകത്ത് നിന്ന് പട നയിക്കുമ്പോൾ നരേന്ദ്രമോദി രാജ്യത്തിന് പുറത്തുള്ള കാര്യങ്ങൾ നോക്കിക്കൊള്ളുമെന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ പാൽക്കി ശർമ്മയുടെ വാക്കുകളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പാൽക്കി ശർമ്മ നമുക്കറിയാം. പാൽക്കി ശർമ്മ നോർത്ത് ഇന്ത്യയിലെ പ്രശസ്ത ജേർണലിസ്റ്റാണ്. പാൽക്കി ശർമ്മ പറയുന്നത്, അസീം മുനീർ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഒരു ഡംപ് ട്രക്കാണ്, അതായത് ഞങ്ങളൊരു പാണ്ടി ലോറിയാണ്. നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്നത് പളപളാ തിളങ്ങുന്ന ഒരു മേഴ്സിലെസ് ബെൻസാണ്. ഞങ്ങൾ ഈ പാണ്ടി ലോറി നിങ്ങളുടെ ബെൻസിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, കാരണം ഞങ്ങൾ പാണ്ടി ലോറിയാണ്. പക്ഷേ നിങ്ങൾ ബെൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സമ്പൂർണ്ണമായി ചളുങ്ങിപ്പോകും എന്നാണ് അസീം മുനീർ പറഞ്ഞത്. അതിന് പാൽക്കി ശർമ്മ കൊടുത്ത മറുപടി, എന്തായിരുന്നാലും നിങ്ങൾ ഒരു ഡംപ് ട്രക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം. പക്ഷേ ഞങ്ങൾ ബെൻസ് തന്നെയാണ്. പക്ഷേ ഈ ബെൻസ് വെറുതെ റോഡിലൂടെ പോവുകയല്ല. ഈ ബെൻസ് 10-30 റഫാലുകളുടെയും ബ്രഹ്മോസുകളുടെയും പിനാകയുടെയും ആകാശിൻ്റെയും എന്തിനു പറയുന്നു പല തരത്തിലുള്ള മിസൈലുകളുടെയും S-400ൻ്റെയും സുഖോയിയുടെയും തേജസിൻ്റെയും എല്ലാം അകമ്പടിയിലാണ് ഈ ബെൻസ് റോഡിലൂടെ പോകുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇതിലേക്ക് വന്ന് ഇടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ. നിങ്ങളൊരു ഡംപ് ട്രക്കല്ലേ. ആ ട്രക്കിൻ്റെ പണിയെന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അതായത് വേസ്റ്റ് മാലിന്യം കിടക്കുന്നിടത്ത് പോയി ആ മാലിന്യം ട്രക്കിൽ കയറ്റി മാലിന്യ കൂമ്പാരത്തിലേക്ക് കൊണ്ട് തള്ളുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.